ഞാൻ ഈ രാത്രി എന്നെ വീഡിയോ എടുക്കുന്നത് വേറൊരു ഐറ്റം ഞാൻ കാണിച്ചു തരാവേ. ഇത് റെബൂട്ടാണ് കേട്ടോ. ഇതിൻ്റെ കളറ് കണ്ടോ, നല്ല മെറൂൺ കളറാണ് കേട്ടോ. പക്ഷേ ഇതൊരു വെറൈറ്റിയാണ്. അത് എന്തോ വെറൈറ്റി എന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ വല്യമ്മയുടെ വീട്ടിലുള്ളതാണ് കേട്ടോ. വെറൈറ്റി വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ഈ മേൾഭാഗം ഉണ്ടല്ലോ, തോട്, അത് നല്ല കട്ടി കുറവാണ്. ഒന്ന് കട്ട് ചെയ്താണമ്മ, ഇപ്പം കാണിച്ചു തരാവേ. കാരണം ഇതിന് മാംസം കൂടുതലാണ്. ഇത് അതിൻ്റെ സ്കിൻ കട്ടി കുറച്ചേ ഉള്ളൂ. നമുക്ക് വേറെ ഒന്നും ചെയ്യാണ്ട് നമുക്ക് നല്ലപോലെ ഇത് എടുക്കാൻ പറ്റും. കണ്ടോ ഇതിന് ആ ഒരു മുള്ളു ഭാഗം മാത്രമേ ഉള്ളൂ. കണ്ടോ സംഭവം ഇത് ശരിക്കും ചതയാണ് കേട്ടോ. നല്ല ജ്യൂസി ആയിട്ട് നല്ല അടിപൊളി കേട്ടോ. വരിക്കയാണ്. കണ്ടോ കഴിച്ച കണ്ടോ വെള്ളം ഇതിൻ്റെ ജ്യൂസ് വീഴുന്നത് കണ്ടോ കണ്ടോ പച്ച പോലെ കരിക്ക് പോലെ ഇരിക്കും. നല്ല അടിപൊളി കേട്ടോ. എന്തോ ഒരു മധുരം എന്നറിയാമോ? ആ മധുരത്തിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ പുളിപ്പ്. സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാ. അടിപൊളി. ഇപ്പം സത്യം പറഞ്ഞത് വീട്ടിലെ പുലാസയോ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് കഴിക്കുന്ന കണക്ക് തന്നെ കേട്ടോ. ആ ഒരു കളറും. പക്ഷെ റെബൂട്ടാനാണ് ഈ മെറൂൺ കളറിൽ എന്ന് വെച്ചാൽ നല്ല കറുത്ത മെറൂൺ കളറിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് മേടിക്കണം കേട്ടോ. മഞ്ഞ കളറോ അല്ലെങ്കിൽ ചുമന്ന കളറൊന്നും മേടിക്കുക, അതൊന്നും വലിയ മധുരമില്ല. പക്ഷേ ഇത് നല്ല അടിപൊളി മധുരമുണ്ട്. അതിൻ്റെ അകത്ത് ചതയും കൂടുതലാണ്, കുരുവും ചെറുതാണ്. അപ്പോൾ എല്ലാവരും ആ മെറൂൺ കളറ് കാണണമെങ്കിൽ മേടിക്കണം കേട്ടോ. എല്ലാ തോടും കട്ടി കുറവാണ്. അപ്പോൾ പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട്. വല്യമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നിങ്ങളെ കാണിച്ചു തരാം എന്തുവാന്ന്. ഓക്കെ, കണ്ടോ നല്ല വരിക്കച്ചക്കയാട്ടോ. വല്യമ്മയുടെ വീട്ടിൽ നിന്നാ. 2 എണ്ണം ഉണ്ട് കേട്ടോ. അത് തന്നെ, ഇതിൻ്റെ ഓരോന്നിൻ്റെ നീളം കണ്ടോ, എന്തോ ഒരു നീളവും നോക്ക്. കണ്ടോ, സത്യം പറഞ്ഞാൽ ഗിന്നസ് ബുക്കിൽ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചെയ്തത്. അച്ഛനെ കൊണ്ട് പറ്റുന്നില്ല കേട്ടോ എടുത്ത് നോക്കാൻ. കണ്ടോ നല്ല അടിപൊളി തേൻ വരിക്കുക കേട്ടോ. അങ്ങനെ 2 എണ്ണം ഇന്ന് അച്ഛൻ്റെ കൊടുത്ത് വിട്ടതാണ്. അച്ഛൻ അവിടെ ആയിരുന്നു പണി, അവിടെ അടുത്തായിരുന്നു. അവിടെയല്ല, എൻ്റെ അടുത്തായിരുന്നു. അങ്ങനെ കൊടുത്ത് വിട്ടതാട്ടോ. സംഭവം കളറായില്ലേ. റെബൂട്ടാനും ദേ ഈ 2 വരിക്കച്ചക്കയും കൂടെ കേട്ടോ കൊടുത്ത് വിട്ടേക്കുന്നത്. നല്ല അടിപൊളി വിളഞ്ഞതാണ്. ഇനിയിപ്പോൾ ഇത് പഴുക്കുമ്പോൾ ഇനി ഇതുകൊണ്ടുള്ള വിഭവങ്ങളായിരിക്കും ഇവിടെ. ഇനി യൂട്യൂബിൽ മൊത്തം നിറയ്ക്കാൻ പോണത് ഞാൻ ഇതുകൊണ്ടുള്ള വിഭവങ്ങളാണ് കേട്ടോ. നല്ല നീട്ടമുണ്ട്. ഏകദേശം ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇടുപ്പ് വരെ എന്ന് വെച്ചാൽ ഏകദേശം ഒരടി നീളം. നോക്കട്ടെ, നമുക്ക് അളന്ന് നോക്കാം കേട്ടോ. ടേപ്പുണ്ട് എൻ്റെ കയ്യിൽ. നമ്മൾ അളന്ന് നോക്കാൻ പോവുക കേട്ടോ. കാരണം എത്ര ഉണ്ടെന്ന് നമുക്കൊന്നും അറിയണ്ടേ. 2.5 അടി നീളമുണ്ട് ചക്കയുടെ നീട്ടം കണ്ടോ. നിങ്ങളവിടെയൊക്കെ ഉണ്ടോ ഇതേപോലത്തെ ചക്ക? നമ്മളവിടെ ഇല്ല കേട്ടോ. ഇത് മൂത്തമ്മയുടെ വീട്ടിൽ നിന്ന് മൂത്തമ്മ സ്പെഷ്യലായിട്ട് നമുക്ക് കൊടുത്തു വിട്ടതാ. കണ്ടോ അടിപൊളിയല്ലേ. ഇതും ആ റെബൂട്ടാനും വല്യമ്മ കൊടുത്ത് വിട്ടതാ കേട്ടോ. കാരണം അവിടെ ഉള്ളതെല്ലാം വെറൈറ്റിയാണ്. ഇനിയും അടുത്തൊരു വെറൈറ്റി ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.